കുഞ്ചാക്കോ ബോബൻ കോഴിക്കോട് നിന്നും എന്റർടൈൻമെന്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ചാക്കോച്ചൻ, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. സീനിയേഴ്സ് നല്ല രീതിയിൽ ഇപ്പോഴും പ്രേക്ഷകർ നിറഞ്ഞ സദസ്സിൽ കാണുന്ന ഒരു സമയത്ത് തന്നെയാണ് ത്രീ കിങ്സും എത്തിയിരിക്കുന്നത്. ഇതും ഒരു നല്ല എന്റർടൈനർ ആണെന്ന റിപ്പോർട്ടുകൾ വരുന്നു. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം സീനിയേഴ്സ് എന്ന് പറയുന്നൊരു സിനിമ വൻ വിജയം കൈവരിച്ച് ഇപ്പോഴും തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സിനിമ ത്രീ കിങ്സ്, ഒരു പക്കാ ഫൺ ഫിലിം, ഈ പറയുന്ന പോലെ ഒരു യുക്തിബോധത്തിനോ അല്ലെങ്കിൽ സാമാന്യ ലോജിക്കിനോ ഒരു സ്കോപ്പില്ലാതെ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി മാത്രം, ഒരു ലോജിക്കില്ലാതെ ചിരിക്കാൻ വേണ്ടി മാത്രം ചെന്നിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് ത്രീ കിങ്സ്. അല്ലെ, ഞങ്ങൾ പറയുന്നൊരു ക്യാച്ച് ഫ്രേസും അത് തന്നെയാണ്, ഒരു ഫൺ റൈഡ്, ഒരു ഫൺ റോളിക്കിംഗ് റൈഡ് എന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഒരു കാർട്ടൂൺ സിനിമ കാണുന്ന രീതിയിലാണ് ഇത് ചെന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയും കൂടിയാണിത്. കുട്ടികൾക്കും കുട്ടിത്തം കാത്തു സൂക്ഷിക്കുന്ന മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണത്. ഈ ഇപ്പോൾ കാണിച്ച ക്ലിപ്പിംഗ്സിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ആ ഒരു പടത്തിന്റെ ഒരു ടോൺ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ഈ പറയുന്ന പോലെ ഒരു ലോജിക് എന്നതിനപ്പുറം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ വന്നിരുന്ന് മറ്റ് ടെൻഷനുകളെല്ലാം മറന്ന് ആസ്വദിക്കുക, ചിരിക്കുക, കാണുന്ന തിയേറ്ററിൽ അവിടെ താരങ്ങൾ കാണിക്കുന്ന അബദ്ധങ്ങളും അവർക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളും എൻജോയ് ചെയ്യുക, ഇത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ചാക്കോച്ചൻ, ഗുലുമാലിന് ശേഷം ചെയ്യുന്ന വളരെ ഡിഫറെന്റ് ആയ ഒരു കോമഡി റോൾ എന്ന് പറയാമോ കഥാപാത്രത്തെ കുറിച്ച് ചിത്രത്തിൽ? തീർച്ചയായിട്ടും ഗുലുമാലിന് ശരിക്കും ഒരു പക്ക ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനെ പറ്റി ഒരു ഹ്യൂമർ പാറ്റേൺ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇതിൽ ശരിക്കും ഒരു കാർട്ടൂൺ ക്യാരക്ടറൈസേഷൻ, ഒരു കാരിക്കേച്ചറാണ് നമുക്ക് ഇതിലുള്ളത്. കുട്ടിക്കാലത്ത് എനിക്ക് ചെയ്യാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന പോലെ എനിക്ക് സിനിമയിലൂടെ ത്രീ കിങ്സിലെ റാം എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ പറയുന്ന പോലെ ഒരു സൂപ്പർമാന്റെ വേഷം കിട്ടുക, അല്ലെങ്കിൽ സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ സൂപ്പർ ഹീറോസ് ആണ്, കോമിക് ക്യാരക്ടേഴ്സ്, കോമിക് ഹീറോസ് ആണ്. അപ്പൊ അവരുടെ വേഷത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കുക, പിന്നെ ഒരുപാട് മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ കാണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകളിൽ ചെന്ന് ചാടുന്ന ഒരു ക്യാരക്ടേഴ്സാണ് ഇതിലെല്ലാവരും, ഒട്ടുമിക്ക കഥാപാത്രങ്ങളും. പക്ഷെ ഇതിലൊരു എലമെന്റ് ഓഫ് സ്റ്റോറി ലൈൻ കിടപ്പുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ആൾക്കാർക്ക് ഇതിന്റെ ഒരു ഫൺ ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ള ഒരു കാർട്ടൂൺ കാരിക്കേച്ചറുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഈ കഥാപാത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ചാക്കോച്ചൻ, യുവതാരങ്ങളിൽ മുൻനിരയിലുള്ളവർ തന്നെയാണ് ഇതിലെല്ലാം പ്രധാന വേഷങ്ങളിലും ചെയ്തിരിക്കുന്നത്, നായികന്മാരായിരിക്കുന്നത്. സാധാരണ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകരെ വളരെയധികം ആകർഷിക്കുന്നതാണ്. പക്ഷെ അതേസമയം തന്നെ ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച്, ഡയറക്ടറെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടൊരു ചിത്രം ഒരുക്കുക വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയല്ലേ? ചാക്കോച്ചന്റെ കഥാപാത്രം ഇത്തരം സിനിമകളിലേക്ക് അവസരം വരുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഞാനൊരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ആ ഒരു സിനിമയുടെ ടോട്ടാലിറ്റിയാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. അതിനുശേഷം എൻ്റെ കഥാപാത്രം അതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടാകും, അത് കുറച്ചും കൂടെ പ്രാധാന്യമുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സന്തോഷവാനാണ്. പക്ഷെ എന്നിരുന്നാലും മൊത്തത്തിൽ ആ പടം ഒരു ടോട്ടൽ പിക്ചർ എന്നുള്ള രീതിയിൽ അത് ആൾക്കാർ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം പരിഗണിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ത്രീ കിങ്സ് എന്ന് പറയുന്ന ഈ ചിത്രം എല്ലാ രീതിയിലുള്ള പ്രേക്ഷകരെയും, പ്രത്യേകിച്ച് കുട്ടികളെയും, ഈ 6ഉം 60ഉം ഒരുപോലെ എന്ന് പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും, ഈ മുതിർന്നവരിൽ കുട്ടിത്തം കാത്തു സൂക്ഷിക്കുന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫൺ എന്റർടൈൻമെന്റ് ഫിലിമിൽ ഭാഗമാകാനായിട്ട് സാധിക്കുക, പിന്നെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇതിൽ ഇന്ദ്രനായാലും ജയനായാലും ആനായാലും സമൃദ്ധ, സന്ധ്യ, ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഒരു യങ് ബ്രിഗേഡിൽ പെടുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും ഒരു പിക്നിക് മൂഡിലാണ് ഈ സിനിമ ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എൻ്റെ സംവിധായകൻ VKP, സ്ക്രിപ്റ്റ് റൈറ്റർ രാജേഷ്, ക്യാമറാമാൻ വേണുചേട്ടൻ, ഇവരെല്ലാവരും ശരിക്കും ഞങ്ങളൊരു പിക്നിക് മൂഡിലാണ് ഈ ഫിലിം കണ്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു എനർജി, ആ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതേ രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എനർജി കൂടിയ ലെവലിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ ചിത്രത്തിന്റെ വിജയം സൂചിപ്പിക്കുന്നത്. ചാക്കോച്ചൻ, എനിക്ക് തോന്നുന്നു രണ്ടാം തിരിച്ചുവരവിൽ വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണെന്ന് തോന്നുന്നല്ലേ?
അല്ല, അതൊരു ഭാഗ്യമാണ്. ഈ പറയുന്ന പോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ തരുവാനായിട്ട് സംവിധായകരും തിരക്കഥാകൃത്തുകളും പ്രൊഡ്യൂസേഴ്സും വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗമായിട്ട് ഞാൻ കരുതുന്നു. ഒരു ദൈവാനുഗ്രഹവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ നന്നാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു റിസൾട്ട് എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകർ നൽകുന്നു. വളരെയധികം സന്തോഷവാനാണ് ആ കാര്യത്തിൽ. ചാക്കോച്ചൻ, VKPയും മറ്റുള്ള ഈ കോമ്പിനേഷനെ കുറിച്ചുകൂടി ചോദിക്കുകയാണ്. വളരെ ഡിഫറെന്റ് ആയി സിനിമകൾ എടുക്കുന്ന ഒരാളാണ്. പ്രമേയത്തിലായാലും അത് അവതരിപ്പിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ. ചാക്കോച്ചൻ ഗുലുമാലിന് ശേഷം ചെയ്യുന്നൊരു ചിത്രവും എന്തു പറയും? VKPയോടൊപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന ചിത്രം മുല്ലവള്ളിയും തേന്മാവുമാണ്. അതിനുശേഷമുള്ള ചിത്രങ്ങളും അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത ചിത്രങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ്. പുനരധിവാസമായാലും മുല്ലവള്ളിയും തേന്മാവായാലും ഗുലുമാൽ, പോസിറ്റീവ്, പോലീസ്, കർമ്മയോഗി, ഇപ്പോൾ ത്രീ കിങ്സിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ സീരിയസ് സിനിമകളും അതേപോലെ തന്നെ ഫൺ എലമെന്റ് ഉള്ള സിനിമകളും എല്ലാം ഒരേ കൈവഴക്കത്തോടെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് വിജയിക്കുകയും ചെയ്യുന്നു. അതാണ് കുറച്ചും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ ഒരു കരവിരുത് നമുക്ക് ഈ സിനിമകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് VKPയോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനും ടെക്നീഷ്യനും അദ്ദേഹത്തിന്റെ ഒരു എനർജി ലെവല് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു ആഡഡ് ഫാക്ടറാണ്. എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണാനും അതേ എനർജി ലെവൽ നമുക്ക് ചെയ്യാനായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു മനസ്സിന്റെ നന്മയും അദ്ദേഹത്തിന് സിനിമയോടുള്ള പാഷനും എല്ലാം, സിനിമയോടുള്ള സ്നേഹവും, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ ഞങ്ങൾക്കും സിനിമ ആസ്വാദകർക്കും ബഹുമാനമുണ്ട്, അദ്ദേഹത്തിനോട് സ്നേഹവും. അത് തന്നെയാണ് ഈ പറയുന്ന പോലെ ഈ ചിത്രങ്ങൾ വിജയിക്കാനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശ്രദ്ധിക്കപ്പെടാനായിട്ടും കാരണം. ചാക്കോച്ചൻ ഇപ്പം കോഴിക്കോട്ട് സെവൻസിന്റെ ജോഷിയുടെ പുതിയ ചിത്രം സെവൻസിന്റെ ഷൂട്ടിങ്ങിലാണ്. സെവൻസിനൊപ്പം തന്നെ ഇനിയുള്ള പുതിയ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ജോഷി സാറിനെ പോലെ ഒരു സംവിധായകന്റെ ചിത്രത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. സെവൻസ് എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറമാണ് അതിന്റെ തിരക്കഥ, ജെന്നി മിൻസന്റെ ക്യാമറ. അപ്പോൾ സെവൻസിലൂടെ ആ ഒരു ആഗ്രഹം, ജോഷി സാറിനെ പോലെയുള്ളൊരു പ്രതിഭാതനായ സംവിധായകനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം സബലീകരിക്കുകയാണ്. പിന്നീട് ഞാൻ ചെയ്തിരിക്കുന്ന ചിത്രം ഡോക്ടർ ലവ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. ബിജു എന്ന് പറയുന്ന നവാഗതനായിട്ടുള്ള ഒരു സംവിധായകൻ, ജോയ് തോമസ് ശക്തികുളങ്ങര മമ്മി ആൻഡ് മീ എന്ന ചിത്രത്തിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ്. അതിലും ഈ പറയുന്ന പോലെ ഈ രണ്ട് ചിത്രങ്ങളും, സെവൻസ് ആയാലും ഡോക്ടർ ലവ് ആയാലും, വലിയൊരു താരനിര തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെവൻസിലാണെങ്കിൽ ആസിഫ് അലി, നിവിൻ പോളി, ബിജീഷ്, അജു, രജത്ത് മേനോൻ, അങ്ങനെ ഒരു യങ് ഗ്രൂപ്പ് തന്നെയുണ്ട്. സെവൻസ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു എലമെന്റിൽ തുടങ്ങി വളരെ കാലിക പ്രസക്തിയുള്ള മറ്റ് മേഖലകളിലേക്ക് ഈ ചിത്രം പോകുന്നുണ്ട്. ഡോക്ടർ ലവിലാണെങ്കിൽ ഹേമന്ത്, ഈ പറഞ്ഞ രജത്ത്, അജു, ഭഗത്, ഭാവന, അനന്യ, അങ്ങനെ ഈ പറഞ്ഞ വേറൊരു യങ് ടീം ഇതിനോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു റൊമാൻറ്റിക് ഹ്യൂമർ ക്യാമ്പസ് ഫിലിമാണ്. പക്ഷെ അതിൽ ഞാനൊരു ക്യാമ്പസ് സ്റ്റുഡന്റ് ആയിട്ടല്ല അഭിനയിക്കുന്നത്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാമ്പസ് ചിത്രങ്ങളിൽ നിന്നും ഒരു വ്യത്യാസം അതാണ്. കഥാപരമായിട്ടും ഒരുപാട് വ്യത്യസ്തത ആ സിനിമയ്ക്ക് അവകാശപ്പെടാവുന്നതാണ് ഡോക്ടർ ലവ് എന്ന് പറയുന്ന ചിത്രം. വളരെ നന്ദി ചാക്കോച്ചൻ, എന്റർടൈൻമെന്റ്സിൽ അതിഥിയായി വന്നതിന്. ത്രീ കിങ്സിന് എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ വിജയമായി തീരട്ടെ ചിത്രം എന്ന് ആശംസിക്കുന്നു. ഒപ്പം ചാക്കോച്ചനും എല്ലാ വിജയാശംസകളും. ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഇനിയൊരു